അപ്പോൾ കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് പോകുന്നത്. 8:28 വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഏതാണ്ട് 12 മണി ആകുമ്പോൾ കണ്ണൂരെത്തും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചും ഈ വണ്ടിക്ക് നാളെ പോരും. നാളെ അവിടെ നിന്ന് ഒരു 3 മണിക്ക് വന്ന് ഒരു 6-7 മണിയാകുമ്പോൾ ഇവിടെ എത്തും. ഇങ്ങനെയാണ് കണ്ണൂർ പോയിട്ട് കണ്ണൂരിലെ വിശേഷങ്ങൾ അവിടെ നിന്ന് പറയുന്നത്. അതേപോലെ കയറി മതി. എന്താ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇഡ്ഡലി, അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ്. വടയുണ്ട്. എനിക്കിപ്പോൾ വിശക്കണില്ല സത്യം പറഞ്ഞാൽ. അത് സാമ്പാർ, ഒരു ചോക്കോപ്പൈ ഉണ്ട്, പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ചായയുടെ മിക്സ്, ടീ മിക്സ്. തൃശ്ശൂർ Railways welcomes all passengers boarding from ഷൊർണൂർ station. 106, 108 ആ സ്പീഡിൽ പോകണം. പറശ്ശിനിയിലാണ് നിൽക്കുന്നത്. പറശ്ശിനിയിൽ വളപട്ടണം പുഴയാണ് ഈ കാണുന്നത്. വളപട്ടണം പുഴയിൽ പറശ്ശിനിയിൽ ബോട്ട് സർവീസ് ഉണ്ട്. പ്രൈവറ്റ് ബോട്ട് സർവീസും ഉണ്ട്, ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസ് ഉണ്ട്. വൈകുന്നേരം 4 മണി മുതൽ 7:30 വരെയാണ് ബോട്ട് സർവീസ് ഉള്ളത്. അതിൽ രാവിലെ ഉണ്ട്. വൈകുന്നേരം 4 മണി മുതൽ 7:30 വരെയാണ്. രാവിലെ ഇവിടെ നിന്ന് ടാക്സി സർവീസ് ഉണ്ട്. ഇവിടെ നിന്ന് വളപട്ടണം വരെ ബോട്ട് അങ്ങോട്ട് പോയി തിരിച്ചു വരും. അത് അങ്ങോട്ട് പോകുന്നത് 3 മണിക്കൂറോ 3/4 മണിക്കൂറൊന്നും എടുക്കും. അതും നല്ലൊരു യാത്രയാണ്. ഇതിപ്പോൾ 1/2 മണിക്കൂറോ 20 മിനിറ്റ് ഈ ബോട്ട് ഇവിടെ ഒന്ന് ചുറ്റി വരും. ബോട്ട് വഴി ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. അതല്ല സ്വന്തമായിട്ട് പോകണമെങ്കിൽ അപ്പുറത്ത് ഫാമിലി ബോട്ട് 500 രൂപ 600 രൂപ എന്ന് പറഞ്ഞ പല നിരക്കിൽ പ്രൈവറ്റായിട്ടുള്ള ബോട്ട് കയറിയുണ്ട്. പിന്നെ മുത്തപ്പനെ കാണാൻ വരുന്നവർക്ക് കുറച്ച് സമയം ചിലവെടുക്കുന്നെങ്കിൽ ബോട്ട് സർവീസ് കയറി നോക്കാവുന്നതാണ്. വളപട്ടണം പോകാൻ നല്ല ഭംഗിയുള്ളതും പല കഥകളിലും കവിതകളിലും വർണ്ണിക്കപ്പെട്ടതുമാണ്. അത് കാണാൻ ഒരു ഭാഗ്യം തന്നെയാണ്.
പ്രസാദം. അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് 2 സൈഡിലും കുറേ കടകളുണ്ട് കേട്ടോ. തൃച്ചമ്പലത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഉത്സവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ മാർച്ച് പകുതി വരെ ഇന്ന് ഇവിടുത്തെ ഉത്സവം. അപ്പോൾ ഇവിടെ കംസവധത്തിന് ശേഷം രൗദ്രഭാഗത്തിൽ നിൽക്കുന്ന കൃഷ്ണനാണ് ഇവിടെ. പിന്നെ ഒരു കുളത്തിന് നടുവിൽ നിൽക്കുന്ന ദുർഗാദേവിയുണ്ട്. പിന്നെ ഈ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടാണ് കണ്ടത്. അങ്ങനെ 108 ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ ദുർഗാക്ഷേത്രവും വളരെ വിശിഷ്ടമാണ്. ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ്. കാലിൻ്റെ വെള്ളത്തിൽ നനയ്ക്കണം. കരി നഖം കൊണ്ട് ചെയ്യണമെങ്കിൽ ഇന്നലെ പോയ സ്ഥലങ്ങൾ ഒന്ന് പാശ്ചിനിക്കടവ് മുത്തപ്പൻ, രണ്ടാമത്തത് തൃച്ചമ്പലത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം, മൂന്നാമത്തത് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം, നാലാമത്തത് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം തളിപ്പറമ്പ്. ഓക്കെ, ഇവിടേക്കാണ് പോയത്. ഇതിൽ തൃച്ചമ്പലത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃച്ചമ്പലത്ത് ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചതിന് ശേഷം രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനാണ്. തൃച്ചമ്പലത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃച്ചമ്പലത്തെ കൃഷ്ണനെ നട തുറന്ന ഉടനെ നൈവേദ്യം കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ കംസനെ വധിച്ച് നേരെ വന്ന് അമ്മയോട് ചോദിക്കുന്നത് എനിക്ക് ഭക്ഷണം തരാനാണ്. കാരണം ഈ യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണം വന്നു, അതുകാരണം ഭക്ഷണം തരാനാണ് പറഞ്ഞത്. കാരണം നട തുറന്ന ആദ്യം നൈവേദ്യം ചെയ്യുന്ന ഒരു അമ്പലമാണ്. പിന്നെ അതുപോലെ ഈ അമ്പലത്തിൽ ഉത്സവത്തിനും ഒരു ആന ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനും ബലരാമനും കൂടി കംസൻ്റെ കൊട്ടാരത്തിലേക്ക് കംസനെ വധിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ കൊട്ടാരത്തിലെ ആന ഇവരെ ആക്രമിക്കാൻ വന്നെന്നും അതിന് ഇവർ കീഴ്പ്പെടുത്തി എന്നാണ് കഥ. അപ്പോൾ അത് കാരണം കൃഷ്ണന് ഈ അമ്പലത്തിൽ കൃഷ്ണന് ആനകളെ ഇഷ്ടമല്ലാന്നും ആനകൾ അത് കാരണം ഈ അമ്പലത്തിൽ കൊണ്ടുവരാറുമില്ല. ഇതുപോലെ ഇത് കേട്ടിട്ട് പണ്ടാരോ ഒരു ആനയെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അടച്ചെടുക്കുന്ന നട തുറക്കുകയും ഈ ആന മുട്ടുകുത്തി വീഴുകയും ഇതിന് മുകളിലിരുന്ന ഈ കൊണ്ടുവരാൻ ശ്രമിച്ച ആൾ താഴെ വീഴുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. പിന്നെ ഇവിടെ വേറെ അതിന് പുറമെ ഒരു ചെറിയ ശിവക്ഷേത്രവും ഒരു അയ്യപ്പൻ്റെ അമ്പലവും അതിനല്ലാതെ വേറൊരു ദുർഗാദേവിയുടെ ക്ഷേത്രമുണ്ട്. ഈ ദുർഗാദേവിയുടെ ക്ഷേത്രം ഒരു കുളത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. നമുക്ക് ഈ കുളത്തിൻ്റെ അറ്റത്ത് നിന്നിട്ട് ദൈവനെ തൊഴാം എന്നുള്ള ടൈപ്പിലാണ് ഒരു ക്ഷേത്രം ഇരിക്കുന്നത്. വേറെ 2 കുളം കൂടി തൃച്ചമ്പലത്ത് ഉണ്ട്. തൃച്ചമ്പലത്തെ അമ്പലത്തിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ചെങ്കല്ലിലാണ് ഇവിടെ ക്ഷേത്രം പണിതിരിക്കുന്നത്. എൻ്റെ പണ്ട് അതിന് പുറമെ കുമ്മായം തേച്ച് അതിൻ്റെ മുകളിൽ ചുവർച്ചിത്രമൊക്കെ ചെയ്യുന്ന ചുവർച്ചിത്രമൊക്കെ പോയി. പക്ഷേ ക്ഷേത്രം നമ്മുടെ തെക്കോട്ട് കാണുന്ന പോലെ കല്ലിലല്ല, ചെങ്കല്ലിലാണ് ഇവിടെ ക്ഷേത്രവും ചുറ്റുമതിലും എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു മലബാറിലെ ക്ഷേത്രങ്ങളിൽ ഞങ്ങളിപ്പോൾ കണ്ടതിൻ്റെ ഒരു മെയിൻ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷർട്ടോ ബനിയനോ ആണെങ്കിലും ഊരിയിട്ട് കൈ പിടിച്ച് പോലും അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അത് നമ്മൾ അവിടെ പുറത്തൊരു തൂക്കാൻ ഒരു ഹാങ്ങർ പോലെ ഉണ്ടാവും, അവിടെ തൂക്കിയിട്ടാണ് എല്ലാവരും അമ്പലത്തിൽ കയറിയിട്ട് തൊഴുക. പിന്നെ വേറൊരു പ്രത്യേകത കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തെക്കോട്ടുള്ള അമ്പലങ്ങളൊന്നും നമ്മൾ നടയുടെ നേരെ നിന്ന് അല്ലെങ്കിൽ നടയുടെ സ്റ്റെപ്പിൽ കയറിയിട്ട് പ്രാർത്ഥിക്കില്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പാഞ്ജലി പ്രസാദം വാങ്ങുകയാണെങ്കിലും വേറെ എന്ത് പ്രസാദം വാങ്ങുകയാണെങ്കിലും നടയിൽ 2 സ്റ്റെപ്പ് മുകളിൽ കയറി നിന്നാണ് നമ്മൾ തൊഴുക. അത് മലബാർ സൈഡിൽ ഇപ്പോൾ ഇന്നലെ പോയ അമ്പലങ്ങളിൽ കണ്ട
ഒരു പ്രത്യേകതയായിട്ട് അതൊരു വ്യത്യാസമുള്ള, മറ്റുള്ള സ്ഥലത്തൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല, കേരളത്തിലും പുറത്തും. പിന്നെ ഇതാണ് തൃച്ചംബരത്തെ വിശേഷം. പിന്നെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 7-7:15 വരെ സ്ത്രീകളെ അകത്തേക്ക് പ്രവേശനമില്ല. അവിടെ ശിവനാണ് അവിടെ പ്രതിഷ്ഠ. രാത്രി 7:15 കഴിഞ്ഞാൽ ശിവപാർവതി രൂപത്തിലിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. അതിന് അവർ പോകുമ്പോൾ തന്നെ അവർ നെയ്യമൃതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതും കൊണ്ട് പോയിട്ടാണ് അവിടെ പൂജ നടയിൽ കയറി തൊഴുന്നത്. 7:15 കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് തന്നെ. അതാണ് അവിടെ മെയിനായിട്ടുള്ളത്. അതിന് പുറമെ പിന്നെ പോയത് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലാണ്. കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാഞ്ഞിരങ്ങാട്ടപ്പൻ എന്നും ഇവിടുത്തെ ശിവരൂപത്തെ ആൾക്കാർ വിളിക്കാറുണ്ട്. അവിടെ 2 ദേവികളാണ് ശിവന് കാവലായിട്ട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെ 2 തെയ്യങ്ങൾ കാവലായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈദ്യനാഥനായിട്ടാണ് ശിവനോട് നിൽക്കുന്നത്. അപ്പോൾ രോഗങ്ങളുടെ ശമനത്തിന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ജലധാര ചെയ്യുന്നതും പാലഭിഷേകം ചെയ്യുന്നതും നല്ലതാണെന്നാണ് വായിച്ചു കേട്ടത്. അവിടെ പിന്നെ വേറൊരു പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാഞ്ഞിരത്തിൽ കായ്ക്ക് കയ്പില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അവിടുത്തെ വിശേഷം. ഈ തൃച്ചംബരം, കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥൻ, പിന്നെ രാജരാജേശ്വരി, ഇതെല്ലാം ഒരു 5-3 കിലോമീറ്റർ തളിപ്പറമ്പ് തന്നെ ഒരു 5-6 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു 3 ക്ഷേത്രമാണ്. ഇത് 3 അമ്പലവും ഒരൊറ്റ ദേവസ്ഥത്തിനടിയിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാം ഈ ചെങ്കല്ലിൽ തീർത്തതും വളരെ കുറേയൊക്കെ പഴയതും ആയിട്ടുള്ള അമ്പലങ്ങളാണ്. ഇതിൽ 13ാമത്തെ നൂറ്റാണ്ടിലും 14ാമത്തെ നൂറ്റാണ്ടിലും വരെ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പലതും വളരെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളും അത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ക്ഷേത്രങ്ങളുമാണ്. കൃഷ്ണൻ്റെ അവിടെയാണെങ്കിലും ഈ കാഞ്ഞിരങ്ങാട്ടാണെങ്കിലും, കാഞ്ഞിരങ്ങാട്ട് ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് അമ്പലം ഇരിക്കുന്നത്. അവിടെയും വളരെ പറയുന്ന പോലെ വളരെ ശാന്തമായൊരു സ്ഥലത്താണ് ഈ അമ്പലം ഇരിക്കുന്നത്. രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പിന്നെ അതുപോലെ വേറൊരു പ്രത്യേകത, ഫ്രണ്ടിലെ ഈ നട കയറി ചെല്ലുന്ന ഒരു ഗോപുരം പോലെയുള്ളത് 2 സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പഴയ കെട്ടാണ്, 2 സൈഡ് മാത്രമേ ഉള്ളൂ, മുകളിലേക്കൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് കടന്ന് അകത്തേക്ക് പോകണം. അവിടെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ പേഴ്സാണെങ്കിലും മൊബൈലാണെങ്കിലും ഒന്നും അകത്ത് കയറ്റില്ല. അവിടെ വെക്കാൻ സൗകര്യമുണ്ട്. അവിടെ വെച്ചിട്ട് പോയില്ലെങ്കിൽ നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ പുറത്ത് വെച്ചിട്ട് വരാൻ പറയും. അങ്ങനെയാണ്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ അമ്പലങ്ങളിലെ വിശേഷം. മുത്തപ്പൻ പിന്നെ ലോകപ്രസിദ്ധമാണ്, പറശ്ശിനിക്കാവ് മുത്തപ്പൻ. അവിടെ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഉച്ച കഴിഞ്ഞിട്ട് 2 മുത്തപ്പന്മാരിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ മുത്തപ്പന് എന്തോ തിങ്കളാഴ്ച തൊട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിന് മുമ്പ് രാവിലെയാണ് അവിടെ 2 മുത്തപ്പന്മാരും നോർമലി ഉണ്ടാവുക. ഉച്ച കഴിഞ്ഞിട്ട് 1 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മീൻ രൂപത്തിൽ മീൻ അടയാളമുള്ള ഇത് വെച്ചിട്ടുള്ള മഹാവിഷ്ണു രൂപവും ചന്ദ്രകല അടയാളം വെച്ചിരിക്കുന്ന ശിവരൂപമാണ് അവിടെ മുത്തപ്പനായിട്ടുള്ളത്. പിന്നെ അതുപോലെ നായ്ക്കളെ സ്വൈര്യ വിഹാരം നടത്തുന്ന ഒരു സ്ഥലമാണ് മുത്തപ്പൻ അമ്പലം. പിന്നെ അവിടെ ചെന്നാൽ പ്രസാദമായിട്ട് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം കിട്ടിയത് പൻപയറും വേവിച്ചതും തേങ്ങയും പിന്നെ ഒരു ചായയാണ്. എനിക്ക് തോന്നുന്നത് ഉച്ചയ്ക്കാണെങ്കിൽ ചോറ് കിട്ടും. ഉച്ചയ്ക്കും രാത്രിയും അവിടെ ചോറുണ്ട്. അങ്ങനെയാണ് പറശ്ശിനിക്കടവ്. പിന്നെ പറശ്ശിനിക്കടവിൽ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ട് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ബോട്ടുണ്ട്, കേരള വാട്ടർ അതോറിറ്റിയുടെ ബോട്ടുണ്ട്. അത് വൈകുന്നേരം 4 മണി മുതൽ 7:30 വരെ ആണ് ആ ബോട്ട് സർവീസ് ഉള്ളത്. അതിങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരും. വളപട്ടണം പുഴയുടെ ചുറ്റും ഒരു റൗണ്ട് അടിച്ചിട്ട് വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 രൂപ ഒരാൾക്കാണ് ആ ബോട്ട് സർവീസ്. അതല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടുകൾ വേറെയുണ്ട്. ഒരു ഡ്രാഗൺ ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൈവറ്റ് ബോട്ടുണ്ട്. അത് 50 രൂപ വെച്ചിട്ട് തലയ്ക്കും. അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടാണെങ്കിൽ 500, 600 അങ്ങനെയുള്ള പല റേറ്റിൽ ചെറിയ ബോട്ടുകളും അവിടെയുണ്ട്. ഇതൊന്നും പുറമെ രാവിലെ നേരങ്ങളിൽ ഇവിടെ നിന്ന് വളപട്ടണത്തേക്ക് ബോട്ട് സർവീസ് ഉണ്ട്.
പറശ്ശിനിക്കടവുണ്ട്. അവിടെ തന്നെ സർവീസും ഉണ്ട്. വളപട്ടണ പുഴയുടെ ഒരു ബ്രിഡ്ജിൻ്റെ നേരെ അപ്പുറത്താണ് ഈ അമ്പലം ഇരിക്കുന്നത്. അപ്പോൾ ആ പാലം കടന്നു വരുമ്പോൾ നമുക്ക് ഈ അമ്പലം വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതിന് പുറമെ ഇവിടുന്ന് പുറത്തോട്ടിറങ്ങുന്ന വഴി മുഴുവൻ ചെറിയ ചെറിയ കടകൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ അമ്പലത്തിന് ചുറ്റും കാണുന്ന പോലെ കുറേ കടകളുമുണ്ട്. വളരെ നല്ലൊരു വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ അവിടെ വേറെന്താ പറയുക, മുണ്ട് തന്നെ ധരിച്ച് പോകണമെന്നില്ല പറശ്ശിനിക്കടവിൽ. ബാക്കിയുള്ള അമ്പലങ്ങളിൽ അങ്ങനെയല്ല. അവിടെ പിന്നെയും ആൾക്കാർ ജീൻസും ഷർട്ടും എല്ലാം ഇട്ട് അമ്പലത്തിൽ ചെന്ന് മുത്തപ്പനെ കണ്ടുവരുന്നവരാണ്. അവിടെ വളരെ എന്താ പറയുക, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു അമ്പലമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കണ്ണൂർ താമസിക്കുന്നത് മലബാർ റെസിഡൻസിയിലാണ്. നല്ല ഹോട്ടലാണ്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നടക്കാവുന്ന ദൂരമുള്ളൂ, 400 മീറ്റർ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കിൽ തന്നെ കാർത്തിക ഹോട്ടലാണ്. നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഫുഡ് നല്ലതാണ് അല്ലേ? ഇവിടെയും ഒരു ഹോട്ടലുണ്ട്, ബർക്ക എന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. വളരെ നല്ലതാണ്. പക്ഷേ ഞങ്ങളൊന്ന് വേറെ മാറ്റി പിടിക്കാൻ ഇന്ന് രാവിലെ ഞങ്ങൾ പയ്യമ്പലത്ത് പോയി. ഇവിടെ കൊച്ചിയിലെ ബീച്ചുകൾ കണ്ട ശേഷം പയ്യമ്പലം കാണുമ്പോൾ വളരെ വൃത്തിയുള്ളൊരു ബീച്ചായിട്ട് തോന്നി. വളരെ വൃത്തിയുണ്ട്. പിന്നെ ഒരു വേറൊരു മണൽ ഭയങ്കര നൈസാണ്. അതുകൊണ്ട് അത് മേത്ത് ഒട്ടിപ്പിടിക്കില്ല. എനിക്കാണെങ്കിൽ മണൽ അലർജിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ എന്താ പറയുക, തട്ടിക്കളഞ്ഞാൽ തന്നെ പോകുന്ന ടൈപ്പുള്ള ഒരു ഇതാണ് ഹോട്ടൽ. അല്ല, പയ്യമ്പലം ബീച്ച്. വാ. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ, നടക്കാനുള്ള ദൂരമുള്ളൂ. മീൻ വറക്കണ മണമ്പനുണ്ട് ഇവിടുന്നേ മണം. നല്ല മാസം ചോറ്, ഈ മീൻ വറുത്തത് ഞാൻ ഓർഡർ ചെയ്യണം. ബിരിയാണി, പായസവും മോരൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി. ചമ്മന്തിയൊക്കെ ഭയങ്കര ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. മീൻ കറിക്ക് നല്ല ടേസ്റ്റ്. ബിരിയാണി ഉണ്ട്, അടിപൊളി. നല്ല ഭക്ഷണം. അപ്പോൾ നമ്മൾ ഹോട്ടൽ കാർത്തികയിൽ നിന്ന് ഊണ് കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. നല്ല ഭക്ഷണമുണ്ടോ, നല്ല ഊണ്, മീൻ ഫ്രൈ, പല ടൈപ്പ് ഫ്രൈ. പിന്നെ മുമ്പോട്ട് നടക്കാം. അവിടെ പോയി കാറ്റത്ത് അവിടെ നിന്നോ. അപ്പോൾ നമ്മളിവിടെ കാർത്തികയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഹോട്ടൽ കാർത്തികയിൽ മലബാർ റെസിഡൻസിയുടെ നേരെ ബാക്കിലാണ് ഈ ഹോട്ടൽ വരുന്നത്. മീൻകൂട്ടി ഊണ് നല്ല അടിപൊളിയാണ്. ഫ്രഷ് മീൽസ്, ഫിഷ് കറി, പിന്നെ അതിന് പറഞ്ഞാൽ ഫിഷ് ഫ്രൈ, ചെമ്മീൻ കൂന്തൽ, അങ്ങനെയുള്ള പല ഞണ്ടുണ്ടായോ? കുഴഞ്ഞുണ്ട്, വരട്ടിയതോ അങ്ങനെയൊക്കെ. ബിരിയാണി ഉണ്ടായിരുന്നു, ചട്ടി ബിരിയാണി, ചട്ടിച്ചോറ്, ചട്ടി ചിക്കൻ ചോറ്, അങ്ങനെ പല സംഭവങ്ങൾ, ചോറുകളുണ്ടായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. ഞാൻ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നല്ലതാണ്. പിന്നൊരു പ്രത്യേകത ഞാൻ അവിടെ കഴിച്ചത് കണ്ടത്, കയ്യിൽ കാശില്ലാതെ വന്ന് ഭക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിക്കാതെ വന്ന് കയ്യിൽ കാശില്ലാതെ വന്ന് ചോദിച്ചാൽ ഊണ് പാർസൽ വാങ്ങിച്ച് കൊടുക്കും, പാർസൽ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വളരെ എഴുതി വെച്ചത് തന്നെ വലിയ കാര്യമാണ്. എന്തോരം പേര് വന്ന് കഴിക്കുന്നത് നമുക്കറിയില്ല, പക്ഷേ അത് നല്ലൊരു നല്ലൊരു ആശയമാണ്. കണ്ണൂർ ഫോർട്ട്, അറക്കൽ മ്യൂസിയം, കണ്ണൂർ യൂണിവേഴ്സിറ്റി, തലശ്ശേരി. 36 വർഷം കണ്ണൂരിനൊപ്പം. ഓക്കെ, നമ്മളപ്പോൾ തിരിച്ച് നമ്മുടെ മലബാർ റെസിഡൻസിയിലേക്ക് പോകണം, നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക്.